മക്കളെ ക്ലാസ് 8 CBSE മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കൊന്ന് പഠിച്ചെടുത്താലോ. കൺസെപ്റ്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പബ്ലിക് ലൈവിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തതാണ്. അത് മാത്രമല്ല യോധ ബാച്ചിലെ ലൈവ് ക്ലാസ്സുകളിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള പോലെ ലൈവ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഡെയിലി എടുത്തു തന്നിട്ടുണ്ട്. ഇത് കൺസെപ്റ്റ്സ് മാത്രം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ്സ് മാത്രം പെട്ടെന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ അല്ലേ? തുടങ്ങിയാലോ നമുക്ക്. യെസ്, ഫസ്റ്റ് എന്താണ് സ്ക്വയർ നമ്പേഴ്സ്? സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഈസ് 1 into 1 അഥവാ 1. 2 സ്ക്വയർ ആണെങ്കിൽ 2 into 2 ദാറ്റ് ഈസ് 4. 3 സ്ക്വയർ ആണെങ്കിൽ 3 into 2 അല്ല. അത് എപ്പോഴും മനസ്സിലാക്കുക. പല കുട്ടികളും തെറ്റിക്കുന്നതാണ് 3 സ്ക്വയർ 3 into 6 എന്ന് എഴുതി വെക്കും. മണ്ടത്തിലാണ്. 3 into 3 ആണ് കേട്ടോടാ. 3 into 3 9. 4 സ്ക്വയർ എന്താ? 4 into 4 അഥവാ 16. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ 25ന്റെ സ്ക്വയർ വരെ ബൈ ഹാർട്ട് പഠിക്കണം. ഇത് നിങ്ങൾ 25ന്റെ സ്ക്വയർ വരെ ബൈ ഹാർട്ട് പഠിക്കണം. 25 സ്ക്വയർ എത്രയാ? 25 into 25 ദാറ്റ് ഈസ് 2 3 6 625. ഓക്കെ, ഇതുവരെ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കി അങ്ങോട്ടേക്ക് നിങ്ങൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് എത്തി 10ാം ക്ലാസ് എത്തി ഏത് ക്ലാസ് എത്തിയാലും 11, 12, +1, +2 ഏത് ക്ലാസ് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെയൊക്കെ ആവശ്യം വരും ഈ 25 വരെയുള്ള നമ്പേഴ്സിന് സ്ക്വയർസും അതിനെ തിരിച്ച് സ്ക്വയർ റൂട്ട്സ് നോക്കാം. ഓക്കെ അല്ലേ? ബൈ ഹാർട്ട് പഠിച്ചോളാം, ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എടാ പെർഫെക്റ്റ് സ്ക്വയർസ് ഇല്ലേ. പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ഒക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർസ്. 1, 4, 9, 16. കാരണം അതിനൊക്കെ കറക്റ്റ് ഒരു സ്ക്വയർ, അതൊക്കെ ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. ഇപ്പോൾ 1 ആണെങ്കിൽ 1ന്റെ സ്ക്വയർ ആണ്, 4 ആണെങ്കിൽ 2ന്റെ സ്ക്വയർ ആണ്, 9 ആണെങ്കിൽ 3ന്റെ സ്ക്വയർ ആണ്, 16 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ ആണ്. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർസ് ആണ് ഈ നമ്പേഴ്സ് ഒക്കെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം 10 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം 10 ഒന്നും സ്ക്വയർ അല്ല. ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് 10 വരത്തില്ല. 11 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 12 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 13 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അവസാനിക്കുക എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇല്ലേ, അത് എപ്പോഴും 0 അല്ലെങ്കിൽ 1, 4, 5, 6, 9 ഒക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷേ 0, 1, 4, 5, 6, 9 ഈ ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് വന്നു എന്ന് വിചാരിച്ചത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈ പറഞ്ഞ ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആലോചിച്ച് നോക്ക്. 4 സ്ക്വയർ 16 ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലേ? അത് ഈ പറഞ്ഞ ഡിജിറ്റിൽ വരുന്നതല്ലേ? ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം 6ന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതിൽ വരുന്ന 6 ആണ്. പക്ഷേ 6 പെർഫെക്റ്റ് സ്കോർ അല്ല. അപ്പോൾ ഇതിലുള്ള നമ്പേഴ്സ് ലാസ്റ്റ് ഡിജിറ്റ് വന്നു എന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് സ്കോർ ആവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു നമ്പർ എടുത്തോ, ആ നമ്പർ പെർഫെക്റ്റ് സ്കോർ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് എന്തായാലും ഈ നമ്പേഴ്സിൽ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്പേഴ്സിൽ ഇല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? ദാറ്റ് നമ്പേഴ്സ് ആർ, ഇത് ഓർമ്മിച്ച് വെച്ചാൽ 2, 3, 7, 8. 2, 3, 7, 8 ഇത് വന്നാൽ എന്തായാലും പെർഫെക്റ്റ് സ്കോർ ആവൂല. ഫോർ എക്സാമ്പിൾ 88 പെർഫെക്റ്റ് സ്കോർ അല്ല. 8977 ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. പെർഫെക്റ്റ് സ്കോർ അല്ല. നമുക്ക് കണ്ണുമൂട്ടി പറയാം. അതായത് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വൺസ് പ്ലേസിലെ ഡിജിറ്റ് ആയിട്ട് 2, 3, 7, 8 ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്കോർ അല്ല. ആൻഡ് അതോടൊപ്പം തന്നെ ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണ് ലാസ്റ്റിൽ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 80ൽ എത്ര സീറോ ഉണ്ട്? ലാസ്റ്റ് ഒരു സീറോ. ഓഡ് നമ്പർ ഓഫ് സീറോ ആണ്. ഒരു സീറോ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഓടല്ലേ? ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണുള്ളത്. ഇനി 280 ഇനി 38,000 ഇനി 14,000,000. ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്ക്. ഇതിലൊക്കെ ഉള്ള നമ്പർ ഓഫ് സീറോസിന്റെ പ്രത്യേകത എന്താ? ലാസ്റ്റുള്ള നമ്പർ ഓഫ് സീറോസ് നോക്ക്. ഇവിടെ ഒരു സീറോ, ഇവിടെ 3 സീറോ, ഇവിടെ 5 സീറോ. അതായത് ലാസ്റ്റുള്ള നമ്പർ ഓഫ് സീറോസ് ഓടാണ്. ലാസ്റ്റുള്ള നമ്പർ ഓഫ് സീറോസിന്റെ എണ്ണം ഓടാണ്. അപ്പോൾ ലാസ്റ്റ് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്കോർ ആവില്ല. ലാസ്റ്റ് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്കോർ ആവില്ല. എ പെർഫെക്റ്റ് സ്ക്വയർ നെവർ എൻഡ്സ് വിത്ത് ഓഡ് നമ്പർ ഓഫ് സീറോസ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദർ യൂണിറ്റ് പ്ലേസ്? താഴെ കൊടുത്തുള്ള നമ്പേഴ്സിലൊക്കെ ഏതിന്റെ യൂണിറ്റ് പ്ലേസിലാണ് 6 വരുന്നത്? അപ്പോൾ 38 സ്ക്വയർ. നിങ്ങൾ ഫുള്ള് സ്ക്വയർ കണ്ടുപിടിക്കരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ഏതാ? 8 അല്ലേ? 8ന്റെ സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ ഇട്ടിട്ട് 64. 64ന് 4 ആണ് വരിക. അതേപോലെ അടുത്ത് 34 ആണ്. 4ന്റെ സ്ക്വയർ 34ൽ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 4ന്റെ സ്ക്വയർ 16ന് 6 ആണ് വരിക. 46ന്റെ സ്ക്വയർ 6 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 6ന്റെ സ്ക്വയർ 36ന് 6 ആണ് വരിക. 56ന്റെ സ്ക്വയർ 6 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 6ന്റെ സ്ക്വയർ 36ന് 6 ആണ് വരിക. അടുത്ത 74 സ്ക്വയർ 4ന്റെ സ്ക്വയർ 16ന് 6 ആണ് വരിക. അടുത്തത് 82ന്റെ സ്ക്വയർ 2 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 2ന്റെ സ്ക്വയർ 4 ആണ് വരിക. മനസ്സിലായോ? ഫുൾ ആയിട്ട് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഫൈൻഡിങ് സ്ക്വയർ റൂട്ട്സ് ത്രൂ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാൻ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാന്നാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ റൂട്ട് 81 എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്.
സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. അതായത് ആദ്യത്തെ ഒരു ഓഡ് നമ്പർ, ആദ്യത്തെ ഒരു ഓഡ് നമ്പറിന്റെ സം എത്രയാ? അത് ആദ്യത്തെ എത്ര ഓഡ് നമ്പർ എടുത്ത് ഒറ്റ നല്ല എടുത്തുള്ളൂ, സോ 1 സ്ക്വയർ അഥവാ 1 ആണ്. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സിന്റെ സം 1 + 3, നമ്മൾ എത്ര എണ്ണം എടുത്തിട്ടുണ്ട്? 2 എണ്ണം എടുത്തത്, അപ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 അല്ലെ? 1 + 3 4 അല്ലേ? ആണ്. ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 1 + 3 + 5. എത്ര എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്? 3 എണ്ണം. അപ്പോൾ 3 സ്ക്വയർ ആയിരിക്കും ആൻസർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. നിങ്ങൾ 1 + 3 + 5 ആഡ് ചെയ്ത് നോക്ക്. 1 + 3 4, 4 + 5 9. കറക്റ്റ് ആണ്. ഇനി 1 + 3 + 5 + 7, ആദ്യത്തെ 4 ഓഡ് നമ്പേഴ്സിന്റെ സം അല്ലേ? 4 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. സം എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്, അത് 16 ആണ്. ഇത് ആഡ് ചെയ്ത് നോക്ക്. 1 + 3 + 5 + 7 ആഡ് ചെയ്ത് നോക്ക്. 1 3 4 5 9 7 16 കറക്റ്റ് ആണ്. ഇനി ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 1 + 3 + 5 + 7 + 9 എത്രയാ? 5 എണ്ണല്ലേ എടുത്തത്? ആദ്യത്തെ 5 എണ്ണല്ലേ എടുത്തത്, സോ 5 സ്ക്വയർ 25. നോക്ക്, ആഡ് ചെയ്ത് നോക്ക്. 1 + 3 + 5 + 7 + 9, 1 + 3 + 5 + 7 എന്ന് പറഞ്ഞാൽ 16, 16 + 9 25 കറക്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആയിരിക്കും കേട്ടോ. എത്ര ഉണ്ടോ അതിന്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് 81 റൂട്ട് കണ്ടുപിടിക്കണം. അത് സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? 81 എന്ന് ഫസ്റ്റ് ഓഡ് നമ്പർ ആയിട്ടുള്ള 1 മൈനസ് ചെയ്യുക. അത്ര ആൻസർ 80. ആ കിട്ടിയ ആൻസറിൽ നിന്ന്, അതായത് 80യിൽ നിന്ന് അടുത്ത ഓഡ് നമ്പർ മൈനസ് ചെയ്യുക. 1 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ എത്രയാടാ? 3. 3 മൈനസ് ചെയ്ത് എത്രയാ? 77. 77 അടുത്ത ഓഡ് നമ്പർ, 3 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ എത്രയാ? 5 അല്ലേ? 5 മൈനസ് ചെയ്യുക, വി വിൽ ഗെറ്റ് 72. 72 അടുത്ത ഓഡ് നമ്പർ 7 മൈനസ് ചെയ്യുക, വി വിൽ ഗെറ്റ് 65. 65 അടുത്ത ഓഡ് നമ്പർ 7 കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ 9 ആണ്. 9 മൈനസ് ചെയ്യുക, 1 3 5 7 9 യെസ് 9 മൈനസ് ചെയ്യുക, വി വിൽ ഗെറ്റ് 56. 56 അടുത്ത ഓഡ് നമ്പർ 11 മൈനസ് ചെയ്യുക, വി വിൽ ഗെറ്റ് 45. 45 അടുത്ത ഓഡ് നമ്പർ ദാറ്റ് ഈസ് 13 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 35. 32 32 അടുത്ത ഓഡ് നമ്പർ ദാറ്റ് ഈസ് 15 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 17 കിട്ടും. 17 നിന്ന് അടുത്ത ഓഡ് നമ്പർ 15 കഴിഞ്ഞ അടുത്ത ഓഡ് നമ്പർ 17 ആണ്. 17 മൈനസ് ചെയ്യുക, അപ്പോൾ 0 കിട്ടും. 0 കിട്ടുന്നത് വരെ ഇത് ചെയ്യണം. 0 കിട്ടുന്നവരെ നിർബന്ധമായിട്ട് ഇത് ചെയ്യാം. 0 കിട്ടുന്നവരെ ചെയ്താൽ മതി. 0 കിട്ടിയാൽ നിർത്തുക. എന്നിട്ട് എത്ര സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് നോക്കുക. √81 = എത്ര സ്റ്റെപ്പ് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്? 1 ആ സബ്ട്രാക്ഷനിലെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിൽ എത്ര സ്റ്റെപ്സ് വന്നിട്ടുണ്ട് നോക്കുക. 2 3 4 5 6 7 8 9 9 സ്റ്റെപ്പ് അല്ലേ? സോ എത്ര സ്റ്റെപ്പ് ഉണ്ടോ അതാണ് ആൻസർ ആയിട്ട് വരിക. 9 സ്റ്റെപ്സ് ആർ ദ ടോട്ടൽ. സോ 9 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ മക്കളെ? ആൻഡ് ഈ മെത്തേഡിന് ഒരു പ്രശ്നം എന്താ? കാരണം ഇപ്പം ഇവിടെ ഞാൻ √81 എടുത്തത്, നിങ്ങൾക്ക് അതല്ലാണ്ട് തന്നെ അറിയാം 9 ആണ്. അപ്പോൾ ഞാൻ എത്രയും ചെറിയ നമ്പർ എടുത്ത്, കാരണം ആ ചെറിയ നമ്പർ എടുത്തിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വലിയ നമ്പർ ആണെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ടാവും, ഒരുപാട് സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാനുണ്ടാവും. അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ മെത്തേഡ് പൊതുവെ അങ്ങനെ ഫോളോ ചെയ്യാത്തതാരും. ഓക്കെ, അതിനു പകരം പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്, നമ്മളെല്ലാവരും പൊതുവെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ മെത്തേഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, നേരത്തെ ഈ കണ്ടുപിടിച്ച പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞൊരു പാറ്റേൺ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതിൽ ഗിവൺ ദാറ്റ് 35 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, 1225 ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം 36ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 36ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എടാ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്താ? n സ്ക്വയർ അല്ലേ? അപ്പോൾ 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? ആണ്. ഓക്കെ, എടാ സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 35 ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ കൂടെ, സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ 35 ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ കൂടെ 36th ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. എടാ ആദ്യത്തെ 35 ഓഡ് നമ്പേഴ്സിന്റെ സമ്മിന്റെ കൂടെ 36th ഓഡ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ ആദ്യത്തെ 35 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, അതിനോട് 36ാമത്തെ ഓഡ് നമ്പർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 36. ആദ്യത്തെ 36 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കിട്ടുമല്ലോ, കിട്ടും. അതിൽ ആദ്യത്തെ ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 35ന്റെ സ്ക്വയർ ആണ് അല്ലേ? 35ന്റെ സ്ക്വയർ ആണ് പ്ലസ് 36th ഓഡ് നമ്പർ. എടാ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? n സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 35 ഓഡ് നമ്പേഴ്സിന്റെ സം എത്രയാ? 35 സ്ക്വയർ. ഓക്കെ, പ്ലസ് 36th ഓഡ് നമ്പർ, പ്ലസ് എന്താടാ? 36th ഓഡ് നമ്പർ. ഓക്കെ, ഇനി 36th ഓഡ് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയാ 36th ഓഡ് നമ്പർ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഫസ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. സെക്കൻഡ് ഓഡ് നമ്പർ ഫസ്റ്റ് ഓഡ് നമ്പർ 1, സെക്കൻഡ് ഓഡ് നമ്പർ 3, തേർഡ് ഓഡ് നമ്പർ 5, ഫോർത്ത് ഓഡ് നമ്പർ 7. അപ്പോൾ ഈ പൊസിഷനും ഓഡ് നമ്പറും കറസ്പോണ്ടിങ് ആയിട്ട് ഓഡ് നമ്പർ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഈ നമ്പറും, അതായത് ഇവിടെ എഴുതുന്ന ഈ നമ്പറും
ഈ നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഈ നമ്പറും ഒക്കെ തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടോ? നിങ്ങൾക്ക് അറിയാം എന്താ, ഈ നമ്പറിന്റെ ഡബിൾ എടുക്കുക, അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും ഇപ്പുറത്തുള്ള നമ്പർ. നോക്ക്, 1ന്റെ ഡബിൾ 2, 2നേക്കാൾ ഒന്ന് കുറവ് ഇത്. 2ന്റെ ഡബിൾ എത്രയാ? 4, 4നേക്കാൾ ഒന്ന് കുറവാണ് 3. 3ന്റെ ഡബിൾ എത്രയാ? 3ന്റെ ഡബിൾ 6, 6നേക്കാൾ ഒന്ന് കുറവാണ് 5. 4ന്റെ ഡബിൾ എത്രയാ? 8. സോറി, അത് ഞാൻ 5 തന്നെ എഴുതി വെച്ചത് അല്ലേ? 5 കഴിഞ്ഞാൽ 7 അല്ലേടാ? അടുത്ത കോഡ് നമ്പർ 7 അല്ലേ? 5 കഴിഞ്ഞാൽ അടുത്ത കോഡ് നമ്പർ 7 അല്ലേ? ഞാൻ 5 തന്നെ എഴുതി വെച്ചത്. 7 ആണ്. 7. ഇത് നോക്ക്, 4ന്റെ ഡബിൾ എത്രയാ? 8. 8നേക്കാൾ ഒന്ന് കുറവാണെന്ത്? 7 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ nth ഓഡ് നമ്പർ എത്രയാ വരിക? nth ഓഡ് നമ്പർ, n-ന്റെ ഡബിൾ 2n, അതിനേക്കാളും ഒന്ന് കുറവ് 2n - 1. nth ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2n - 1 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 36th ഓഡ് നമ്പർ എത്രയാ? 36th ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 × 36 - 1 ആണ്. 36th ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 × 36 - 1 ആണ്. 2 × 36 എത്രയാ? 30, 62, 72, 72 - 1 71 അല്ലേ? യെസ്, 71. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 35 സ്ക്വയർ. 35 സ്ക്വയർ ക്വസ്റ്റിൽ തന്നിക്ക് 1225 ആണ്. അതിൻ്റെ കൂടെ 36 ഓഡ് നമ്പർ ആഡ് ചെയ്യണം. എത്രയാ? 71. സോ ആൻസർ ഈസ് 5 1 6 7 2 9 2 1 1296. നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അറിയോ? ജസ്റ്റ് 36 സ്ക്വയർ സൈഡിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 36 × 36 6 6 36 6 ബാക്കി 3 3 6 പാട്ടും 19 28 36 ബാക്കി 3 12 1296 കറക്റ്റ് ആണ്. പക്ഷെ അത് ടീച്ചർ കാണാൻ പാടില്ല, അത് മാച്ചാണോ? ഓക്കെ, റേസ് ചെയ്താണോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, സാറിൻ്റെ ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലാത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത്, പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വഴി പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്കില്ലടാ 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 16 കഴിഞ്ഞ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എന്താ? 25 ആണ്. അപ്പോൾ അത് ആക്ച്വലി കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർസാണ്. 16 4ന്റെ സ്ക്വയർ ആണ്, 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 സ്ക്വയറും 5 സ്ക്വയറും എത്രയാ? 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ഈ 2 നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഈ 2 നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഇതിൽ ചെറിയ നമ്പർ നോക്കുക, ഏതാ? 4 അല്ലേ? 2 × 4 8 നമ്പേഴ്സ് ആണ് അതിന്റെ ബിറ്റ്വീൻ ഉണ്ടാവുക. ഇനി വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ 3 സ്ക്വയറും 4 സ്ക്വയറും. 3 സ്ക്വയർ എത്രയാ? 9. 4 സ്ക്വയർ എത്രയാ? 16. ഈ 2 നമ്പേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടാവും അറിയോ? ഇതിൽ ചെറിയ നമ്പർ ഏതാ? 3 അല്ലേ? 3ന്റെ ഡബിൾ 3 × 2 6 നമ്പേഴ്സ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. 10 11 12 13 14 15. ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 9ന്റെ 16ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആണ്, അത് രണ്ടും എടുക്കരുത്. കറക്റ്റ് 6 നമ്പേഴ്സ് ഇല്ലേ? ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n സ്ക്വയറിന്റെയും n+1 ഹോൾ സ്ക്വയറിന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇൻ ബിറ്റ്വീൻ 2 × ഈ ചെറുത് ഏതാ? n 2n നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അതാണ് ഒരു തിയറമായിട്ട് ഇവിടെ കൊടുത്തുള്ളത്. 2n നമ്പേഴ്സ് വിൽ ബി ബിറ്റ്വീൻ n സ്ക്വയർ ആൻഡ് n+1 ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്തത് ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് ത്രൂ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക? ഇപ്പോൾ റൂട്ട് 81 ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 81 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 81 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പ്രൈം നമ്പർ ഏതാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 ആണ് ആദ്യത്തെ പ്രൈം നമ്പർ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 8 + 1 9 ആണല്ലോ, അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 3 ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 ആണ് ആൻസർ കിട്ടുക അല്ലേ? 3 7 21 ബാക്കി 2 2 3 6 യെസ്. 27 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ എത്ര കിട്ടുക? 9. 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ 3 കിട്ടുക 3. 3 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ 1 കിട്ടുക. 3 9 9 എക്സ്. ഇനി നിങ്ങൾ എന്ത് അറിയണം? റൂട്ട് 81 ഈസ് ഈക്വൽ ടു പ്രൈം ഫാക്ടറൈസ് ചെയ്ത് 1 വരെ കണ്ടുപിടിക്കാം കേട്ടോ. 1 വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് 81 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ നിങ്ങൾക്ക് സൈഡിൽ കിട്ടിയ പ്രൈം ഫാക്ടേഴ്സ് ഇല്ലേ, അതിൽ സെയിം ആയിട്ട് വരുന്ന 2 വെച്ച് പേരാക്കുക. ഫോർ എക്സാമ്പിൾ സെയിം 2 3 × 3 അത് 3 സ്ക്വയർ ഇൻറ്റു അടുത്ത 2 3 × 3 3 സ്ക്വയർ. ഓക്കെ, ഇനി 3 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പം 3 ആയി. അടുത്ത 3 സ്ക്വയറും റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ 3 ആയി. അപ്പോൾ 3 × 3 9 കിട്ടും ആൻസർ. 9 കിട്ടും ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ വഴി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പരിപാടി കേട്ടോ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 196 കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 196 നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് നമുക്ക് 196നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ എത്രയാണ് വരിക? 98 അല്ലേ? യെസ്, 98നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ എത്രയാണ് വരിക? 49 അല്ലേ? 49നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആൻസർ എത്രയാണ് വരിക? 20 ഇല്ല, 49നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓട് നമ്പർ അല്ലേ, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാട്ടോ. 49നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ?
9 4 13 3 ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും 4 + 9 13 3ന്റെ മൾട്ടിപ്പിൾ അല്ല പറ്റില്ല 49 5 കൊണ്ട് പറ്റില്ല 7 കൊണ്ട് പറ്റും 7 ആൻസർ കിട്ടും 7 49 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1 കിട്ടും ഓക്കെ സോ റൂട്ട് ഓഫ് 196 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താ നിങ്ങൾ 1 കിട്ടുന്നവരെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു വിടാം അല്ലെ ചെയ്തു ഇനിയോ രണ്ടെണ്ണം വെച്ച് പേരാക്കുക 2 സ്ക്വയർ ഇൻറ്റു 7 7 7 സ്ക്വയർ ഇനി 2 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ 2 ആയി 7 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്താൽ 7 ആയി 2 × 7 14 ആണ് ആൻസർ കിട്ടുക ഓക്കെ അല്ലേ ഇനി വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ഇവിടെ ഇപ്പോൾ കറക്റ്റ് രണ്ടെണ്ണം വെച്ച് പേരാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എക്സ്ട്രാ ഒരു 3 ഉണ്ടായിരുന്നെങ്കിലോ എക്സ്ട്രാ ഒരു 3 ഉണ്ടെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ ആ 3 ബാക്കി ഉണ്ടാവും നമുക്ക് ആ 3നെ പുറത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ 14√3 ആൻസർ വരിക അത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് സ്കോർ അല്ല 196 പെർഫെക്റ്റ് സ്കോർ ആയിരിക്കില്ല അങ്ങനത്തെ കേസിൽ സ്ക്വയർ നമ്പർ ആയിരിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത് തെറ്റിപ്പോയതായിരിക്കും രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇനി നേരത്തെ നമ്മൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിൽ ഞാൻ പറഞ്ഞത് സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ 0 കിട്ടണമെന്ന് ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ 0 കിട്ടില്ല അതായത് ഇപ്പം 5 എത്തി ഇപ്പോൾ 5 മൈനസ് ഏതെങ്കിലും ഒരു നമ്പർ അടുത്ത ഒരു നമ്പർ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക 5 കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക അപ്പോൾ ഇൻ ബിറ്റ്വീൻ 0 ഞാൻ പറഞ്ഞ 0 നിർത്തണമെന്നല്ലേ 0 വരില്ല അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ചെയ്ത് തെറ്റായിരിക്കും അല്ലെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ എന്താണ് നമ്പർ പെർഫെക്റ്റ് സ്കോർ ആയിരിക്കില്ല ഈ രണ്ട് റീസൺസ് ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ അതൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ മക്കളെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ് ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് എടാ 1ന്റെ ക്യൂബ് എത്രയാ 1 × 1 × 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം 1 × 3 അല്ല 1 × 1 × 1 ആണ് അത് 1 ആണ് 2 ക്യൂബ് എത്രയാ 2 × 3 അല്ല 2 × 3 6 ആണ് ഇവിടെ 2 × 2 × 2 2 2 4 2 8 3 ക്യൂബ് എത്രയാ 3 × 3 × 3 3 9 3 27 4 ക്യൂബ് 4 4 16 × 4 64 5 ക്യൂബ് 5 × 5 × 5 ദാറ്റ് ഈസ് 125 അങ്ങനെ നിങ്ങളൊരു 10 ക്യൂബ് വരെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത് 10 ക്യൂബ് വരെ പഠിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നിങ്ങളെ കാൽക്കുലേഷൻ സ്പീഡ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും ഓക്കെ ആണല്ലോ ഓക്കെ ഈ ക്യൂബിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് ക്യൂബ് റൂട്ട് കേട്ടോ ഇപ്പോൾ 27ന്റെ ക്യൂബ് റൂട്ട് അതെങ്ങനെ എഴുതുക അറിയോ ക്യൂബിക് റൂട്ട് ഓഫ് മറ്റേത് സ്ക്വയർ റൂട്ട് ചുമ്മാ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു ചുമ്മാ അങ്ങനെ റൂട്ട് ഇട്ടാതിരുന്നു എന്നാൽ ക്യൂബിക് റൂട്ട് ആണെങ്കിൽ ഇങ്ങനെ മേലെ 3 എന്ന് എഴുതണം ചെറുതായിട്ട് ക്യൂബിക് റൂട്ട് ഓഫ് 27 ദാറ്റ് ഈസ് 3 ഓക്കെ ക്യൂബിക് റൂട്ട് ഓഫ് 8 ദാറ്റ് ഈസ് 2 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതൂ കേട്ടോ 27⁻1/3 എന്ന് എഴുതൂ കേട്ടോ അതായത് റൂട്ട് ഇപ്പം വെറും റൂട്ടിനാണ് റൂട്ട് 16 നമ്മൾ 16⁻1/2 എന്ന് എഴുതൂലേ അതുപോലെ ക്യൂബിക് റൂട്ട് ആണെങ്കിൽ 27ന്റെ ക്യൂബിക് റൂട്ട് ആണെങ്കിൽ 27⁻1/3 എന്ന് എഴുതും അത് 3 കേട്ടോ അങ്ങനെ എഴുതാറുണ്ടേ ഓക്കെ ഇനി ഇവൺ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഇവൺ ആയിരിക്കും ഇവൺ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഇവൺ ആയിരിക്കും നിങ്ങൾ ഫോർ എക്സാമ്പിൾ വെച്ച് നോക്ക് 4 സ്ക്വയർ 64 ഇവൺ അല്ലേ ആണ് 2 സ്ക്വയർ 4 ക്യൂബ് എത്രയാ 64 ഇവൺ ആണ് 2 ക്യൂബ് 2 ഇവൺ ആണ് 2ന്റെ ക്യൂബ് ആയിട്ടുള്ള 8 ഇവൺ ആണ് 10 ക്യൂബ് 10 ഇവൺ ആണ് 10ന്റെ ക്യൂബ് ആയിട്ടുള്ള 1000 ഇവൺ ആണ് അപ്പോൾ ഇവൺ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഇവൺ ആയിരിക്കും ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ്സോ ഓടായിരിക്കും ഓഡിന്റെ ക്യൂബ്സ് ഓടായിരിക്കും കാരണം എന്താ 3ന്റെ ക്യൂബ് 3 ഓടാണ് 3ന്റെ ക്യൂബ് 27 ഓടാണ് 5ന്റെ ക്യൂബ് 5 ഓടാണ് 5ന്റെ ക്യൂബ് 125 ഓടാണ് അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഓഡ്സും ഇവൺ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഇവൺ നമ്പേഴ്സും ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി ക്യാൻ എ ക്യൂബ് എൻഡ് വിത്ത് എക്സാക്ട്ലി 2 സീറോസ് നോ ഒരിക്കലും ഇവൺ നമ്പർ ഓഫ് സീറോസിൽ ക്യൂബ്സിന്റെ ഇവൺ നമ്പർ ഓഫ് സീറോസ് ഇവൺ നമ്പർ ഓഫ് സീറോസ് വരും കേട്ടോ പക്ഷെ 2 സീറോസിൽ ഒരിക്കലും അവസാനിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് മിനിമം സീറോയിൽ അവസാനിക്കണമെങ്കിൽ ഇപ്പോൾ 30 എടുക്കുക ഒരു സീറോ എടുക്കുക അപ്പോൾ 30 × 30 × 30 എന്ന് പറഞ്ഞാൽ തന്നെ 3 9 3 27 പിന്നെ 3 സീറോസ് വരും അപ്പോൾ ഒരിക്കലും 2 സീറോസിൽ അവസാനിക്കുന്ന ഒരു ക്യൂബ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ മനസ്സിലാക്കുക നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡി രാമാനുജൻ നമ്പർ ആണ് 1729 ആണ് ഈ നമ്പർ ഹാർഡി രാമാനുജൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1729 ആണ് ഈ നമ്പറിന്റെ ബാക്കിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടിട്ടുണ്ടാവും സംഭവം എന്താ അറിയോടാ ആക്ച്വലി ഈ നമ്പറിന്റെ പ്രത്യേകത എന്താ അറിയോ അത് ഞാൻ പറയാം ആദ്യം കഥ പറയാം അതായത് GH ഹാർഡി വൺസ് വിസിറ്റഡ് ശ്രീനിവാസ രാമാനുജൻ ഇൻ ദ ഹോസ്പിറ്റലിൽ പോയിട്ട് ശ്രീനിവാസ രാമാനുജനെ കണ്ടു അപ്പോൾ ഹാർഡി പറഞ്ഞു ഞാൻ വന്നത് ഒരു വൃത്തികെട്ട നമ്പറുള്ള കാറിലാണ് നമ്മളൊക്കെ എന്താ ചെയ്യുക ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ഒരു വണ്ടി കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിക്കും പക്ഷെ ഇയാൾ വണ്ടിയും വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ വയ്യാണ്ട് എന്തോ അസുഖമായിട്ട് കിടക്കുക അവനോട് പോയി പറയുന്നത് എന്താ ഞാൻ വന്നത് ഒരു വലിയ എന്താ പറയുക ഒരു വൃത്തികെട്ട നമ്പറുള്ള വണ്ടിയിലാണ് ഓക്കെ ആ നമ്പറിന്റെ പേരെന്താ 1729 ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞു നോ 1729 എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ നമ്പർ ഒന്നും അല്ല അതെന്താ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എക്സ്പ്രസിബിൾ ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെന്റ് വേസ് എൻ്റെ മക്കൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം എന്താ സംഭവം എന്ന് അറിയണം 2 ഡിഫറെന്റ് ക്യൂബ്സിന്റെ സമ്മായിട്ട് 2 ഡിഫറെന്റ് രീതിക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 1729 ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താ 1729 എനിക്ക്
1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്ന് എഴുതാം. രണ്ട് നമ്പേഴ്സിന്റെ ക്യൂബ്സ് ആയിട്ട് എഴുതിയതാണ്. അത് മാത്രമല്ല 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്ന് എനിക്ക് 1729 എഴുതാൻ പറ്റും. അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്ക് രണ്ട് ക്യൂബിക് നമ്പേഴ്സിന്റെ സം ആയിട്ട് എനിക്ക് 1729 എഴുതാൻ പറ്റും. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1729 ആണ്. അതേപോലെ തന്നെ 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് എന്ന് പറഞ്ഞാലും 1729 ആണ്. അതായത് 1729 എന്ന് പറയുന്ന നമ്പറിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് ഡിഫറെന്റ് ക്യൂബ്സിന്റെ സം ആയിട്ട് രണ്ട് ഡിഫറെന്റ് രീതിക്ക് എഴുതാൻ പറ്റും. രണ്ട് ഡിഫറെന്റ് ക്യൂബ്സിന്റെ സം ആയിട്ട് 1 2 രണ്ട് ഡിഫറെന്റ് രീതിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ആദ്യത്തെ നമ്പറാണ് 1729. അങ്ങനെ വരുന്ന ഫസ്റ്റ് നമ്പറാണ് 1729. ആൻഡ് ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സി ക്യാബ് നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ടാക്സി ക്യാബ് നമ്പർ ഏതാ? അതാണ് ഈ പറഞ്ഞ കാറിന്റെ നമ്പർ 1729. ഓക്കെ അല്ലേ? അപ്പോൾ ടാക്സി ക്യാബ് നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് ടു ക്യൂബ്സ് ഇൻ ടു ഡിഫറെന്റ് വേസ് കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് ക്യൂബ്സ് ആൻഡ് their consecutive odd numbers. ശ്രദ്ധിക്കാം, ആദ്യത്തെ ഒരു ഓഡ് നമ്പർ അതിന്റെ സം എത്രയാ? 1 ക്യൂബ്. അത് കഴിഞ്ഞുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ സം അത് 2 ക്യൂബാ. അത് കഴിഞ്ഞിട്ടുള്ള 3 ഓഡ് നമ്പേഴ്സിന്റെ സം, ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിന്റെ സം അല്ല, ആദ്യത്തെ ഓഡ് നമ്പറിന്റെ സം 1 ക്യൂബ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 ഓഡ് നമ്പേഴ്സിന്റെ സം 2 ക്യൂബ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 3 ഓഡ് നമ്പേഴ്സിന്റെ സം 3 ക്യൂബ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 4 ഓഡ് നമ്പേഴ്സിന്റെ സം 4 ക്യൂബ്. അങ്ങനെ ലാസ്റ്റ് അവസാനത്തേക്ക് വരുന്ന എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം അവിടെ ഉള്ളത്? 1 2 3 4 5 6 7 8 9 10 എണ്ണത്തിന്റെ സം. അതെന്താ? 10 ക്യൂബാണ് വരിക. 10 ക്യൂബാണ് വരിക കേട്ടോ. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 തന്നെ 100, ഒരു 0 കൂടെ 1000 ആണ് കേട്ടോ വരിക. കാൽക്കുലേഷനിലാണ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഫൈൻ. ഫൈൻഡ് എ ക്യൂബ് റൂട്ട്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യൂബിക് റൂട്ട് ഓഫ് 512 മാത്രം ഇവിടെ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? ക്യൂബിക് റൂട്ട് ഓഫ് 512 കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 512നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 256. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ആൻസർ കിട്ടുക? 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 128. യെസ്, 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 64. 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. മേലോട്ടേക്ക് ആക്കട്ടെ. 4നെ 2 കൊണ്ട് 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ക്യൂബിക് റൂട്ട് അല്ലേ? സ്ക്വയർ റൂട്ടിൽ ഞാനിത് പറഞ്ഞത് സൈഡിൽ എഴുതി നോക്കാം. 2 വെച്ച് പേരാക്കണല്ലേ? എന്നാൽ ഇവിടെ 3 വെച്ച് പേരാക്കണം. എങ്ങനെയാ? 3 2 എന്താ? 2 ക്യൂബ് ഇൻറ്റു 3 2 2 ക്യൂബ് ഇൻറ്റു വീണ്ടും 3 2 വെച്ച് പേരാക്കുക. സെയിം ആയിട്ട് വരുന്ന 3 വെച്ച് പേരാക്കുക കേട്ടോ. 2 ക്യൂബ്. ഇനി ക്യൂബിക് റൂട്ടിന്റെ സിമ്പിൾ ആണ് ഇടേണ്ടത്. സ്ക്വയർ റൂട്ടിന്റെ സിമ്പിൾ ഇട്ട് വരുന്നത് ക്യൂബിക് റൂട്ടിന്റെ സിമ്പിൾ ഇടണം. 3 ഇടണം എന്നർത്ഥം. ഓക്കെ, 2 ക്യൂബ് ക്യൂബിക് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i ഇൻറ്റു അടുത്ത 2 ക്യൂബ് ക്യൂബിക് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i ഇൻറ്റു അടുത്ത 2 ക്യൂബ് ക്യൂബിക് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i. 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 8. 8 ആണ് ആൻസർ. ഓക്കെ, സോ നേരത്തെ സ്ക്വയർ റൂട്ട്സിൻ്റെത് ഇതേ മെത്തേഡ് വഴി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 2 വെച്ച് പേരാക്കിയായിരുന്നു. എന്നാൽ ഇവിടെ 3 വെച്ച് പേരാക്കിയാൽ മതി ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? ബാക്കി രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക്സ്. ദെൻ ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സക്സസീവ് ഡിഫറൻസസ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 1 4 9 16 25 36. 1ന്റെ സ്കോർ 1, 2ന്റെ സ്കോർ 4, 3ന്റെ സ്കോർ 9, 4ന്റെ സ്കോർ 16, 5ന്റെ സ്കോർ 25, 6ന്റെ സ്കോർ 36. അതിൽ അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് 1ന്റെ 4ന്റെ ഡിഫറൻസ് എത്രയാ? 3. 9ന്റെ 4ന്റെ 9ന്റെ ഡിഫറൻസ് 9 - 4. സൈൻ നോക്കണ്ട, നേരെ വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. 9 - 4 5, 16 - 9 7, 25 - 16 9, 36 - 5 11. അപ്പോൾ ഇത് ആ ഡിഫറൻസിന്റെ അടുത്തടുത്തുള്ള ടേംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതി. അത് ലെവൽ 1 ആണ്. ലെവൽ 1. ആ ലെവൽ 1ന്റെ ഡിഫറൻസ് നമുക്ക് അടുത്തത് എഴുതാം. എന്താ? 3 5 - 3 2, 7 - 5 2, 7 - 9 9 - 7 2, 11 - 9 2 അല്ലേ? അപ്പോൾ ലെവൽ 2ലേക്ക് എത്തുമ്പോൾ എല്ലാ നമ്പേഴ്സും സെയിം ആവുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഓക്കെ, ഇതാണ് സക്സസീവ് ഡിഫറൻസസിന്റെ പാറ്റേൺ. ഇത് സ്ക്വയർ നമ്പേഴ്സിന്റെ പാറ്റേൺ. ഇനി ഇതേപോലെ പെർഫെക്റ്റ് ക്യൂബ്സിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ക്യൂബ്സ് ഏതൊക്കെയാ? 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 36 216 അല്ലേ? 1 8 27 64, 1 8 27 64, പിന്നെ 125 216. ഓക്കെ, ഇതിൽ ലെവൽ 1 നമുക്ക് ആദ്യം എഴുതാം. ലെവൽ 1 എന്താ?
1 മൈനസ് 8 ഐ മീൻ 8 മൈനസ് 1 8ഉം 1 തമ്മിലുള്ള ഡിഫറൻസ് 8 മൈനസ് 1 7. ഇനി 8ഉം 27ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 27 മൈനസ് 8 19. പിന്നെ 27ഉം 64 തമ്മിലുള്ള ഡിഫറൻസ് 64 മൈനസ് 27 44 37 അല്ലേ? 30 20 50 14 64. ഓക്കെ. ഇനി 125 മൈനസ് 64 61 അല്ലേ? 60 120 125. ഓക്കെ. 216 മൈനസ് 125 എത്രയാ? 75ഉം 16 85 6 91 91 അല്ലേ? 5 1 6 9 2 12 13. യെസ്. ഇനി ലെവൽ 2 എഴുതുക. ലെവൽ 2 എന്താ നോക്ക്, 7ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 3 12 12. 19ഉം 37ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 18 18 20. 37ഉം 61ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 24 30 20 57 4 69. 61ഉം 91ഉം തമ്മിലുള്ള ഡിഫറൻസ് 30. ലെവൽ 2ലും എല്ലാം 0 ആയിട്ടില്ല. ലെവൽ 3 എഴുതി നോക്കുക. ലെവൽ 3 എന്താ? 18 മൈനസ് 12 6 24 മൈനസ് 18 6 30 മൈനസ് 24 6. ഇപ്പോൾ സെയിം ആയി. ലെവൽ 3ലാണ് എല്ലാം സെയിം ആവുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇതിൻ്റെ ബേസിൽ ഇപ്പം ഈ പറയുന്ന സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഒക്കെ എന്താ പറയുക, നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ വെച്ചിട്ട് നല്ല കിഡ്ലൻ ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ കൺസെപ്റ്റ്സ് മാത്രം പഠിച്ചു പോകണ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം. ആസ് എ ടീച്ചർ എനിക്കറിയാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾ കാണേണ്ടത്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു കൺസെപ്റ്റ് റിവിഷൻ മാത്രമാണ് കേട്ടോ മക്കളെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്റർ റിവിഷൻ കാണണമെങ്കിൽ നിങ്ങൾക്ക് യോധ ബാച്ചിൽ സാരിത്തിൻ്റെ ക്ലാസ് 8 CBSE ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 10% ഓഫർ കൂടെ റണ്ണിങ് ആണ്. താഴെ കൂടെ പോകുന്ന സ്ക്രോളില്ലേ, അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് സൈലന്റ് ലേണിംഗ് ആപ്പ് സ്റ്റോറിനോ പ്ലേ സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. 3 പ്ലാൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ. അതിൽ ഞാൻ ബേസ് പ്ലാൻ എടുക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. ഒന്നുകിൽ നിങ്ങൾ ഇൻഫിനിറ്റി എടുക്കുക, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എടുക്കുക. കാരണം ഇതിൽ രണ്ടിലാണ് ഫീച്ചേഴ്സ് കൂടുതലുള്ളത്. ആകെ ഡിഫറൻസ് 1000 rupees ഒരു ബാച്ച് അടുത്ത ബാച്ചിലേക്ക് പോകുമ്പോൾ ഡിഫറൻസ്. അപ്പോൾ 1000 rupeesന് വേണ്ടിയിട്ട് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകളും മെറ്റീരിയൽസ് ഒന്നും ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഓക്കെ. സോ ഇൻഫിനിറ്റി പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ, നിങ്ങൾ ഫാൽക്കൺ ബാച്ച് കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എടുക്കുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.